ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭവാനി അച്യുതനെ സിറ്റിയിൽ വെച്ച് കാണാനിടയാവാണ്. ഭവാനിയെ കണ്ടതും അച്യുതൻ എന്തോ ഭയന്ന പോലെ അവിടുന്ന് ഓടി മറയുന്നുണ്ട്. എന്നാൽ ഭവാനി തനിക്ക് കാണണമെന്ന് ഒരു ലിസ്റ്റ് എഴുതി വെച്ചോണ്ടാണ് അവിടുന്ന് പോകുന്നത്. അത് കണ്ട അച്യുതന് എന്തിനായിരിക്കും ഇവരെന്നെ കാണുമെന്ന് പറഞ്ഞത്? ഒരുപക്ഷെ ആ കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞില്ലെന്ന് ഇവർക്ക് മനസ്സിലായി കാണുമോ? എൻ്റെ മോളെ അവൻ തേടിപ്പിടിച്ച് കൊന്നു കളയുമോ എന്നൊരു ഭയത്താലാണ് അച്യുത അന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. പിറ്റേ ദിവസം ഭവാനി പറഞ്ഞ സ്ഥലത്തേക്ക് അച്യുതൻ പോകുന്നുണ്ട്. എന്നാൽ അച്യുതൻ അവിടുത്തെ സംസാരം കേട്ട് ആകെ ഭയന്ന് വിറക്കാണ്. ഭവാനി മറ്റൊരു ഗുണ്ടയോട് സംസാരിക്കാണ്. എൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകിയായ ഏട്ടൻ്റെ ഒരിക്കലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ ജീവിതം തകർത്ത അയാൾക്കും കുടുംബം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അയാളുടെ 2.5 വയസ്സുകാരി അഭിരാമിയെ ഞാനൊരു ടാക്സി ഡ്രൈവറെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷേ അവൻ എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ അവൻ കൊന്നു കളഞ്ഞിട്ടില്ല. ആ കുഞ്ഞിൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അതെവിടെയാണെന്ന് അറിയില്ല. അയാളെന്നെ ചതച്ചതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവൻക്ക് എൻ്റെ കൺമുമ്പിൽ നിന്ന് ഓടി മറയേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എന്തായാലും അയാളെ ആ ടാക്സി ഡ്രൈവറുടെ കൂടെ അവൾ ഉണ്ടാവും. അയാളുടെ വീട് കണ്ടുപിടിച്ച് അവിടെ ഒരു മകളുണ്ടോ എന്ന് അന്വേഷിച്ചും അവളെ കൊലപ്പെടുത്തുക തന്നെ വേണം. അങ്ങനെ കൊട്ടേഷൻ കൊടുക്കാതെ കേട്ടതും അച്യുതനാകെ ഭയന്ന് വിറക്കാട്ടോ. തൻ്റെ മകൾ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും കാലം പൊന്നുപോലെ വളർത്തിയതാ. അവളെൻ്റെ ജീവനായി മാറിയതാ. അവളെൻ്റെ സ്വന്തം മോളെ പോലെ എന്നല്ല, എൻ്റെ സ്വന്തം മോള, എൻ്റെ രക്ത. അങ്ങനെ അച്യുതൻ കരുതി പൊട്ടിക്കരയുന്നുണ്ട്. ആരും കാണാതെ അച്യുതൻ്റെ വിഷമം കണ്ട് ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അച്യുതേട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ സങ്കടമുണ്ട്. ഒന്നുമില്ല. മോളെവിടെ? അവളെ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്നാളെ ഒരു പ്രാവശ്യം ഓർഡർ തന്നില്ലേ, ആ വീട്ടിലേക്ക് അവൾക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവിടെ കുടുംബപൂജക്കുള്ള പലഹാരങ്ങൾ എത്തിക്കേണ്ട ജോലി അവൾക്കാണ്. അങ്ങനെയാണോ? ആ പേര് കേട്ടതും, അവരുടെ തറവാടിൻ്റെ പേര് കേട്ടതും അച്ഛനാകെ ഭയന്ന് നോക്കുന്നതിന്. എന്നിട്ട് അവൾ പോയോ? ഇല്ല, അവളതാ റെഡിയാവുന്നു. അവളെ വിലക്കാനാവാനാവാതെ അച്യുതനാകെ ഭയന്ന് നിൽക്കുക. അവിടെ വെച്ച് ഭവാനി ഭൂമിയെ കണ്ടാൽ തിരിച്ചറിയും, അത് ഉറപ്പാണ്. അങ്ങനെ പലഹാരങ്ങളുമായിട്ട് നന്നായി സാരി ഉടുത്ത് ഒരുങ്ങി അവൾ കിട്ടുമ്പോൾ, അവൾ അച്ഛൻ്റെ കയ്യിൽ അവളെ കിട്ടുമ്പോൾ അവളുടെ കഴുത്തിൽ കുടുംബ പരമ്പരയായി കിട്ടിയ ഒരു മാലയുണ്ടായിരുന്നു. അതൊക്കെ അണിഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യപുരത്തേക്ക് ഭൂമി പോകുന്നത്. ഭൂമി പോയതും ആ ഗേറ്റ് കണ്ടതും അമ്പരപ്പോടെ ഒരു സ്വപ്നത്തിലെന്നോണം കണ്ടുമറഞ്ഞ ഒരു സ്ഥലം പോലെ അവൾക്ക് ഫീൽ ചെയ്യാണ്. ഗേറ്റ് തുറന്ന് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ വലത് കാൽ വെച്ച് ഭൂമി അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ സമയം അജയൻ സാറ് ഈ കാഴ്ച കാണുന്നുണ്ട്. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന മട്ടിൽ അവളെ നോക്കാട്ടോ. അങ്ങനെ ഭൂമി അവിടേക്ക് ഇങ്ങനെ ചുറ്റുപാട് നോക്കിയിട്ടാവും അവിടേക്ക് കയറി വരുന്നത്. ആ സമയം അജയുമായിട്ടൊന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. പലഹാരത്തിലേക്ക് 1-2 താഴേക്ക് വീഴാണ്. അയ്യോ, എന്താ സാറേ ഇത്? എന്താ നിനക്ക് നോക്കി നടന്നൂടെ? നീ എന്താ ഇവിടെ? ഇവിടേക്കുള്ള കുടുംബ പൂജയ്ക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ജോലി എനിക്കായിരുന്നു. അതുമായിട്ട് വന്നതാ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഈ സംസാരം സൗഹൃദമുള്ള പെരുമാറ്റം കണ്ടിട്ട് അജയിൻ്റെ മുറപ്പെണ്ണ് അഞ്ജന കുശുമ്പോടെ നോക്കുക. അവളൊന്ന് നോട്ടം വിടുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്ന ഭൂമി മുത്തശ്ശിയെ കാണുന്നുണ്ട്. സൗഭാഗ്യപുരത്തെത്തിയ അവൾ അമ്പരപ്പോടെ എല്ലായിടത്തും നോക്കി കാണാട്ടോ. മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന് പലഹാരം അവിടെ വെച്ചതിന് ശേഷം കാലിൽ തൊട്ട് വണങ്ങുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അവൾ അനുഗ്രഹിക്കുക. ഭവാനി സംശയത്തോടെ അവളെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഭവാനിയുടെ കണ്ണിൽ ആ ഒരു മാല പെടുകട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് അവൾ അന്ന് ഞാൻ ഡ്രൈവറെ കയ്യിൽ കൊല്ലാൻ കൊടുത്തെങ്കിലും അയാൾ സ്വന്തം മകളെ പോലെ വളർത്തി. അയാൾ കൊന്നില്ല. ഇവളൊരു ഭീഷണി തന്നെയാണ് എൻ്റെ മകൾക്കെന്ന് ഭവാനിക്ക് മനസ്സിലാവാണ്. അച്യുതനോട് ഭൂമിയുടെ അമ്മ പറഞ്ഞിട്ട് കാണും സൗഭാഗ്യപുരത്തേക്കാണ് മകൾ പോയിട്ടുള്ളതെന്ന്. അങ്ങനെ ഭയന്ന് പറിച്ച് തൻ്റെ മകൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് പേടിക്കൊണ്ട് തന്നെ അച്യുതൻ അവിടെയും മോളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം നോക്കിക്കണ്ട ഭൂമിക്ക് തൻ്റെ ചെറുപ്പകാലത്തിലെന്ന പോലെ ആ ഒരു ഫോട്ടോകളൊക്കെ അവിടെ സത്യം തൻ്റെ റൂമിൽ മകളുടെയും ഭാര്യയുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം നോക്കി കാണുന്നുണ്ട്. അവളുടെ ചെറുപ്പകാലമാണ് ആ സമയത്ത് ഓർമ്മ വരുന്നത്. അവിടേക്ക് വന്ന സത്യൻ അവളെ കണ്ടതും ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ? അങ്ങനെ പലഹാരമായിട്ട് വന്ന കാര്യമൊക്കെ പറയട്ടോ. അവൾ കണ്ടതും അയാൾക്ക് ഇരട്ടി സന്തോഷം വരാണ്. അച്ഛനും മകളും പരസ്പരം തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവർക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്കാവുന്നുണ്ട് കേട്ടോ.
ഈ സമയം അച്യുതൻ തൻ്റെ മകൾക്ക് ഒരു ഭീഷണിയാവാണല്ലോ ഭവാനി. അങ്ങനെ മകളെ പുറകെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഭവാനി വീണ്ടും ആ ഒരു ഗുണ്ടയെ വിളിച്ച് പറയുന്നത്, അയാൾ ആ ടാക്സി ഡ്രൈവറുടെ കൂടെ തന്നെയുണ്ട്. ആ കൊല്ലാനേൽപ്പിച്ച പെണ്ണ്. അവളെ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് കൊട്ടേഷൻ കൊടുക്കുകയാണ്. എന്നാൽ അച്യുതൻ തൻ്റെ മകൾക്ക് ഒരു തടവായിട്ട് തന്നെ എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. ഗുണ്ടകൾ വന്ന് ഭൂമിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നില്ല. പലപ്പോഴും അജയ് തന്നെ ഭൂമിയെ രക്ഷയാകുകയാണ്. ഇതിനിടയിൽ അച്യുതൻ മരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഓട്ടത്തിനിടയിൽ അച്യുതൻ്റെ ആ ഒരു ജീവൻ പോലും നോക്കാതെയാണ് മകളേക്ക് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഓടുന്നത്. പല സ്ഥലങ്ങളിലും മകളുടെ പുറകെ ഫോളോ ചെയ്തു പോയിട്ടും ആ ഒരു ഗുണ്ടകളെ വഴിതിരിച്ച് വിട്ടിട്ടും അങ്ങനെ അച്യുതൻ തൻ്റെ മകളെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്ന നല്ലൊരു അടിപൊളി സീരിയലാട്ടോ. ഇവർ വിവാഹിതരായാൽ അഞ്ജനയ്ക്കാണെങ്കിലും ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയും അജയും അടുക്കുന്നു എന്നൊരു തോന്നൽ അവൾക്കുണ്ട്. അവളിൽ അതിന് ഒരുപാട് കുശുമ്പ് നിറയാണ്. അഞ്ജന നോക്കി നിൽക്കുമ്പോഴാണ് ഭൂമിയും അജയും കൂടെ ആ ഒരു സമയത്ത് ഭൂമി വീഴാൻ പോകുന്ന സമയത്ത് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ കാഴ്ച അഞ്ജന കണ്ടതും ആകെ നെട്ടിത്തെറിച്ച് നിൽക്കാട്ടോ. അങ്ങനെ ആ കിടില എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.